ഇഷ്ടം മാത്രം ഭാഗം 6. മഹിയെ ഓർത്തപ്പോൾ അവളുടെ മനസ്സിൽ കുളിർമഴ പെയ്തു. നീ എന്താ ആലോചിച്ചു നിൽക്കുന്നത്? ലളിതാമ്മ അവളെ നോക്കി. ഏയ് ഒന്നുമില്ല. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഗൗരി അകത്തേക്ക് കയറി. കൃഷ്ണനും പല്ലവിയും കമ്പ്യൂട്ടർ സെന്ററിലെത്തുമ്പോൾ സമയം 10:30 കഴിഞ്ഞിരുന്നു. അവർ നേരെ വിനയന്റെ ഓഫീസിലേക്ക് കയറി. ആഹാ, എത്തിയോ? താനിരിക്ക്, അയാൾ കൃഷ്ണനെ നോക്കി പറഞ്ഞു. കൃഷ്ണൻ പല്ലവിയെ നോക്കി. മോളിരിക്ക്, അയാൾ കസേരയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അടുത്ത് കണ്ട കസേരയിൽ ഇരുന്നു. അവർ നല്ല അക്കൗണ്ടിംഗ് കോഴ്സുകൾ ഏതെല്ലാമാണെന്ന് അന്വേഷിച്ചു. അങ്ങനെ 1 വർഷത്തെ PGDCA കോഴ്സിന് ചേർന്നു. നാളെ മുതൽ ക്ലാസ് ഉണ്ടാകും, അയാൾ അറിയിച്ചു. അക്കൗണ്ടിംഗ് കോഴ്സിനെ പറ്റിയും അതെടുത്താലുള്ള ഗുണത്തെപ്പറ്റിയുമെല്ലാം അയാൾ സംസാരിച്ചു. അതിനിടയിൽ വീട്ടുവിശേഷങ്ങളും പരസ്പരം പറഞ്ഞു. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ പുതിയ പ്രതീക്ഷയുടെ സ്വപ്നങ്ങളായിരുന്നു പല്ലവിയുടെ മനസ്സ് നിറയെ. എന്നാൽ വീട്ടിൽ അവളെ കാത്തിരിക്കുന്ന സംഭവങ്ങൾ ഒന്നും അവൾ അറിഞ്ഞിരുന്നില്ല. കൃഷ്ണനും പല്ലവിയും വീട്ടിലെത്തുമ്പോൾ അതിഥികളൊന്നും പോയിരുന്നില്ല. പല്ലവി മുറിയിലേക്ക് പോയി. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവൾ അടുക്കളയിലെത്തി. അടുക്കളയിലേക്ക് നടക്കുമ്പോൾ മാധവിയുടെ മുറിയിൽ എല്ലാവരും ഇരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അങ്ങോട്ടൊന്ന് നോക്കി, പക്ഷേ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. അവൾ പിന്നെ അവിടെ നിന്നില്ല. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ചായ ഉണ്ടാക്കിയ പാത്രങ്ങളും ഗ്ലാസുകളും ഒന്നും കഴുകി വെച്ചിട്ടില്ല. വിരുന്നു വന്നവർക്ക് ചായ ഉണ്ടാക്കിയിട്ട് കഴുകാതെ വെച്ചിരിക്കുകയാണ്. അവൾ എല്ലാം എടുത്ത് കഴുകി വെച്ചു. ഉച്ചയ്ക്ക് വായിൽ വെക്കാൻ കൊള്ളാവുന്ന വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? മാധവിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ സാമ്പാറും തോരനും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടമ്മേ. അവർ 2 ദിവസം ഇവിടെ ഉണ്ടാകും. അവർക്കെന്തെങ്കിലും കുറവ് വരാതെ നോക്കണം, മാധവി കൽപ്പിക്കും മട്ടിൽ പറഞ്ഞു. പല്ലവി മറുപടി പോയില്ല. മാധവി മുഖത്തേക്ക് തന്നെ നോക്കുകയാണെന്ന് കണ്ടപ്പോൾ തലകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് തൻ്റെ ജോലികളിൽ മുഴുകി. ഗൗരിക്ക് മഹിയോടൊരിഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹിയെക്കൊണ്ട് ഗൗരിയെ വിവാഹം കഴിപ്പിക്കണം എന്നത് മാധവിയുടെ വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ കൃഷ്ണന് ലളിതാമ്മയെയും ഗൗരിയെയും നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അയാൾ അതിനെ എതിർത്തു. ലളിതാമ്മയുടെ ഭർത്താവ് മരിച്ച ശേഷം അവർ ഗൗരിയെയും കൊണ്ട് ഒറ്റയ്ക്കാണ് താമസം. പിന്നെ ഗൗരിയുടെ സ്വഭാവഗുണം സുഹൃത്തുക്കൾ വഴി കൃഷ്ണനെ അറിയാമായിരുന്നു. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിരുന്ന സമയത്ത് അവൾ കാണിച്ചു കൂട്ടിയ സംഭവങ്ങൾ ഓർത്താൽ തന്നെ കൃഷ്ണന് കലിയാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. മഹിയുടെ വിവാഹം വിളിച്ചു പറഞ്ഞിട്ടും വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടുള്ള വരവാണ്. അതറിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണൻ അതിഷ്ടമായിട്ടില്ല. മഹിക്ക് അവളോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മാധവി പറഞ്ഞ് അവരെ കൂടുതൽ കാണാനും തമ്മിലടുക്കാനും അവസരമുണ്ടാക്കി. പിന്നെ പതിയെ അവനും അവളെ ഇഷ്ടമായി തുടങ്ങിയതാണ്. അതിനിടയ്ക്കാണ് കൃഷ്ണൻ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് പല്ലവിയുടെ കാര്യത്തിൽ അവനെ നിർബന്ധിക്കുകയും മഹിയും പല്ലവിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതും. അതുകൊണ്ടെല്ലാം തന്നെയാണ് മാധവിക്ക് പല്ലവിയോട് ദേഷ്യവും അകൽച്ചയും ഉണ്ടായത്. ഗൗരി ബാംഗ്ലൂരിലാണ് പഠിച്ചത്. നല്ല മോഡേൺ പെൺകുട്ടി. നാട്ടിൽ വരുമ്പോൾ മഹിയെ കാണാറുണ്ട്. അവനോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം വളർന്ന് അവനോട് ഭ്രാന്തമായ ഒരു തരം ആസക്തിയായി മാറി. എങ്ങനെയെങ്കിലും പല്ലവിയെ ഒഴിവാക്കി മഹിയെ ഗൗരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നാണ് ലളിതാമ്മയ്ക്കും മാധവിക്കും. അങ്ങനെ അവർ തമ്മിൽ പ്ലാൻ ചെയ്താണ് ഗൗരിയുടെ മാധവീയത്തിലേക്കുള്ള വരവ്. അരുണയ്ക്കും ഗൗരിയെ ഇഷ്ടമാണ്. എന്നാൽ ഗീതുവിന് ഗൗരിയെ ഇഷ്ടമല്ലായിരുന്നു. ചോറും കറികളുമെല്ലാം ടേബിളിൽ കൊണ്ടു ചെന്ന് വെക്കുകയാണ് പല്ലവി. ഗീതുവും ലളിതാമ്മയും മാധവിയും എല്ലാം ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഗൗരി പല്ലവിയെ നോക്കി പുച്ഛഭാവത്തിൽ ഒന്ന് ചിരിച്ചു. ടൈറ്റ് ജീൻസും വൈറ്റ് സ്ലീവ്ലെസ് ടോപ്പും ധരിച്ച അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ എന്ന് പല്ലവി ഓർത്തു. മുടി കളർ ചെയ്ത് കട്ട് ചെയ്ത് ഷോൾഡറിലേക്ക് വീണ് കിടക്കുന്നു. വാ ഇരിക്ക്, മാധവി അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. മഹിയേട്ടൻ വരാൻ രാത്രിയാകുമല്ലേ അമ്മായി? ഒരുപാട് ലേറ്റാകുമോ? അവൾ ചോദിച്ചത് മാധവിയോടാണെങ്കിലും നോട്ടം പല്ലവിയിലായിരുന്നു. പല്ലവി അത് കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ നിന്നതേയുള്ളൂ. ഗൗരി നോക്കുന്നത് കണ്ടപ്പോൾ മാധവിയും പല്ലവിയെ നോക്കി. ഭാവവ്യത്യാസമില്ലാതെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ മാധവിക്ക് കലി വന്നു. നീ എന്താ നോക്കി നിൽക്കുന്നത്? ചിക്കൻ ഫ്രൈ എടുത്ത് വിളമ്പിയേ, മാധവി കൽപ്പിച്ചു. പല്ലവി ഒന്നും പറയാതെ മാധവിയെ അനുസരിച്ചു. വൈകുന്നേരം ഗീതു കോളേജ് വിട്ടു വന്നപ്പോഴാണ് ഹാളിൽ ഗൗരി ഇരിക്കുന്നത് ശ്രദ്ധിച്ചത്. നീ കോളേജിൽ പോയിരിക്കുമായിരുന്നു അല്ലേ? ഗൗരി ചോദിച്ചു. അല്ല, ഒരു കല്യാണം ഉണ്ടായിരുന്നു, അവിടെ പോയതാ, കളിയാക്കിക്കൊണ്ട് ഗീതു പറഞ്ഞു.
തർക്കുത്തരം പറയുന്നോടി അസത്തെ, അത് കേട്ടുകൊണ്ടുവന്ന മാധവി പറഞ്ഞു. ഗൗരിയുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടു. അവൾ ദേഷ്യത്തിൽ ഗീതു പോകുന്നതും നോക്കി നിന്നു. ആ പിശാച് വന്നു അല്ലേ ഏട്ടത്തി? ഇനി എന്തൊക്കെ കുതന്ത്രം കൊണ്ടുള്ള വരവാണോ എന്തോ, ഗീതു ചായ കുടിക്കുന്നതിനിടയിൽ പല്ലവിയോട് പറഞ്ഞു. പല്ലവി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് പുറത്തുനിന്നും പല്ലവി എന്ന് നീട്ടി വിളി വന്നത്. മാധവിയാണ്. പല്ലവി വിളിക്ക് ഉത്തരം നൽകി അങ്ങോട്ടേക്ക് പോകാനൊരുങ്ങി. ഏട്ടത്തി, ഏട്ടത്തി ഇത് എവിടേക്ക് ഓടുകയാ? പതിയെ പോയാൽ മതി. ആ രംഭയുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയാണ് അമ്മ വിളിക്കുന്നത്. ഇപ്പോൾ ഏട്ടത്തിയോട് എന്തെങ്കിലും ഒരു പണി പറയും. അതിന് മറുപടി പറയാതെ പല്ലവി ചിരിച്ചു. അപ്പോഴേക്കും അടുത്ത വിളി വന്നിരുന്നു. ഇനിയും ചെന്നില്ലെങ്കിൽ നല്ല ചീത്ത കേൾക്കുമെന്നറിയാവുന്നത് കൊണ്ട് പല്ലവി ധൃതിയിൽ നടന്നു. ഓ വന്നോ? എത്ര വിളിക്കണം നിന്നെ? എൻ്റെ തൊണ്ട പൊട്ടി. അമ്മയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ മാധവി പറയുന്നുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിൽ ഗീതുവിന് ചായ കൊടുക്കുകയായിരുന്നു അമ്മേ. അവൾ വിക്കി. അതൊന്നും എനിക്കറിയണ്ട. ഞാൻ വിളിക്കുമ്പോൾ നീ ഇവിടെ എത്തിയിരിക്കണം. മാധവി പറഞ്ഞതും ഗൗരി പുച്ഛത്തിൽ അവളെ നോക്കി. മോൾക്ക് ചായ എടുക്കട്ടെ? മാധവി ഗൗരിയോട് ചോദിച്ചു. വായ്ക്ക് രുചിയായി ചായക്ക് വല്ലതും ഉണ്ടാക്കി വെക്ക്. പൊയ്ക്കോ. തിരിഞ്ഞു നിന്നുകൊണ്ട് മാധവി പല്ലവിയോട് പറഞ്ഞു. അവൾ തല കുലുക്കി അടുക്കളയിലേക്ക് നടന്നു. വൈകുന്നേരം ഹരി വരാൻ താമസിച്ചു. മഹിയുടെ കാറിന്റെ ശബ്ദം കേട്ടതും ഗൗരി വേഗം പുറത്തേക്കിറങ്ങിച്ചെന്നു. കയ്യിൽ കവറും പിടിച്ച് കയറി വരുന്ന മഹിയെ നോക്കി ഗൗരി ഉമ്മറത്തു തന്നെ നിന്നു. അവളെ കണ്ടതും മഹിയുടെ മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ മിന്നിമറഞ്ഞു. നീ എപ്പോ വന്നു എന്നും ചോദിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഓ, മഹിയേട്ടൻ എന്നെ ഓർമ്മയുണ്ടല്ലേ? അവൾ പറഞ്ഞു. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടാണ് പല്ലവി അവർക്കിടയിലേക്ക് വന്നത്. അവളെ കണ്ടതും ഗൗരിയുടെ മുഖം കറുത്തു. നല്ല തലവേദന, നീ ഒരു ഗ്ലാസ് ചായ എടുക്ക്, പല്ലവിയെ നോക്കിക്കൊണ്ട് മഹി പറഞ്ഞു. മഹി പറഞ്ഞതും അത്രയും നേരം മുഖം വീർപ്പിച്ചു നിന്നിരുന്ന ഗൗരി പല്ലവിയെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് മഹിയുടെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു. അയ്യോ മഹിയേട്ട, പെട്ടെന്നൊരു തലവേദന, എന്താ പനിയുണ്ടോ? അവൾ പല്ലവിയെ ഒളികണ്ണിട്ടുകൊണ്ട് മഹിയുടെ നെറ്റിയിൽ തടവി. പല്ലവിക്ക് ഗൗരിയുടെ ആ പ്രവൃത്തി കണ്ട് ദേഷ്യവും സങ്കടവും വന്നു. അവൾ ഗൗരിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എന്നാൽ ഗൗരി അവളെ ശ്രദ്ധിക്കാതെ മഹിയുടെ അടുക്കൽ തന്നെ നിന്നു. ആ നിമിഷം തൻ്റെ ജീവിതം പതിയെ കൈവിട്ടു പോവുകയാണെന്ന് പല്ലവിക്ക് തോന്നിപ്പോയി.